ശ്രീനാരായണ ഗുരുദേവൻ ചെറുപ്പകാലത്തെ പഠനത്തിന് ശേഷം ഉപരിപഠനത്തിന് വേണ്ടി കായംകുളത്തിനടുത്തുള്ള ചേവണ്ണൂർ കളരിയിലാണ് പോയത്. അന്നത്തെ കാലത്ത് ഉപരിപഠനം അതിനുള്ള ഒരു വേദി ആയിരുന്നു ചേവണ്ണൂർ കളരി. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുരുവിന് ശ്രീകൃഷ്ണ ദർശനം ലഭിച്ചതായിട്ട് പറയുന്നുണ്ട്. അന്ന് ഗുരു കൃഷ്ണ ഉപാസന നടത്തിയിരുന്നു. തന്നെയുമല്ല, ആ സന്ദർഭത്തിൽ കൃഷ്ണൻ്റെ ദർശനത്തോടൊപ്പം കൃഷ്ണൻ ഇങ്ങനെ ഓടിപ്പോകുന്നതായിട്ടും അടുത്തുള്ള ഒരു കുളത്തിൽ കൃഷ്ണൻ ചാടുന്നതായിട്ടും ഗുരു കാണുകയും ഗുരുവും അന്ന് കൂടെ ഓടുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഗുരു ഒരു കൃതി രചിച്ചിരുന്നു. ശ്രീകൃഷ്ണ ദർശനം എന്നുള്ള പേരിലാണത് അറിയപ്പെടുന്നത്. അതിൽ ഗുരു സൂചിപ്പിച്ചിരിക്കുന്ന ആ ദർശനം എന്ന് പറയുന്നത് അദ്വൈത ദർശനം തന്നെയാണ്. ഭൂയോർ വൃത്തി നിവൃത്തിയായി ഭുവനവും സത്തിൽ തിരോഭൂതമായി പീയൂഷ ധ്വനിലീനമായി എന്ന് തുടങ്ങുന്നതാണ് ആ ശ്ലോകം. ഭൂയോ വൃത്തി നിവൃത്തിയായി. അപ്പോൾ ഇവിടെ ഈ പഞ്ചഭൂതങ്ങളെല്ലാം അതിൽ നിന്നെല്ലാം നിവർത്തിച്ചുകൊണ്ട് ഇതെല്ലാം സത്തിൽ തിരോഭവിക്കുന്നതായിട്ട് ആണ് ഗുരു കാണുന്നത്. അപ്പോൾ കൃഷ്ണൻ എന്നുള്ള ആ ഒരു രൂപത്തിൽ സത്തിനെ, പരമ്പൊരുളിനെയാണ് ഗുരു കാണുന്നത്. അപ്പോൾ ഗുരു പല സന്ദർഭങ്ങളിലും പല ഉപാസനകൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതൊക്കെ ആ പരമ്പൊരുളിൻ്റെ പ്രതീകമായിട്ട് ആണ് കാണുന്നത്. മറ്റ് സാധകന്മാരെ പോലെ അല്ല ഗുരുവിൻ്റെ ആ ഒരു കാഴ്ചപ്പാടും ഗുരു അതിനെ അവതരിപ്പിക്കുന്നത്. എന്തുകൊണ്ട് ആണ് എന്ന് നമ്മൾ സൂക്ഷ്മമായി ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാകുന്നതും നമ്മൾക്ക് ശുദ്ധമായിട്ടുള്ള ആത്മജ്ഞാനത്തിൻ്റെ ആ തലത്തിൽ നിന്നുകൊണ്ട് ഇവിടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഒരിക്കലും ഭാവത്തിന് വ്യത്യാസം വരുന്നില്ല. അദ്വൈത ജ്ഞാനത്തിൻ്റെ ആ ഒരു ഉറപ്പിൽ നിന്നുകൊണ്ട് തന്നെ വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. മരുത്വാമലയിലെ തപസ്സിനൊക്കെ ഗുരു പോകുന്നതും ആ സാക്ഷാത്കാരത്തിൻ്റെ പൂർണ്ണത അവിടെയാണ് ലഭിക്കുന്നത് എന്നൊക്കെ ചരിത്രം പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു അദ്വൈതത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ തന്നെയാണ് ഗുരു വിഹരിച്ചിരുന്നത് എന്ന് നമ്മൾക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അത് എത്രയോ ജന്മജന്മാന്തരങ്ങളിലൂടെ സംഭവിക്കുന്ന അല്ലെങ്കിൽ സംഭവിക്കേണ്ടുന്ന കാര്യമാണ്. ഇന്ന് നമ്മളുടെ സാധാരണ ജീവിതത്തിൽ അങ്ങനെ ഉള്ള കുട്ടികളെയോ ആ ഒരു സംസ്കാരം നമുക്ക് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഭൗതികമായിട്ടുള്ള ജീവിതത്തോടൊപ്പം തന്നെ ആധ്യാത്മികമായിട്ടുള്ള തെളിച്ചത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾക്ക് ജീവിതത്തെ പരിപൂർണമായ ആ തലത്തിൽ അത് ആസ്വദിക്കുവാനും അതേപോലെ തന്നെ ശാന്തിയോടെയും സമാധാനത്തോടെയും സുഖത്തോടെയും നമുക്ക് ഇരിക്കാൻ സാധിക്കുന്നത്. ഇന്ന് ആ രീതിയിൽ നമുക്ക് നിരന്തരമായി ഒരു മനസ്സിന് ഒരു ബാലൻസ് നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ്. ഒരുപക്ഷെ നമ്മളുടെ ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അതിപ്രസരമാകാം, അതല്ലെങ്കിൽ മാതാപിതാക്കൾ അത്രമാത്രമേ കുട്ടികളിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നുള്ളൂ എന്നതുമാകാം. എന്തായാലും നമ്മുടെ ചുറ്റുപാടും നമ്മൾ ഉൾപ്പെടുന്ന ഓരോ വ്യക്തികളിലും നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഭൗതികവാദത്തിൻ്റെ അതിപ്രസരം അതിശക്തമാണ്. അതിൻ്റെ ഫലമാണ് ഇവിടെ ഇത്രമാത്രം ദുഃഖം, അതേപോലെ തന്നെ അക്രമങ്ങൾ ഒക്കെ നിലനിൽക്കുന്നത്. അതിന് ഒരു പരിഹാരമെന്ന് നമുക്ക് പറയാവുന്നത് തീർച്ചയായിട്ടും ആധ്യാത്മികമായിട്ടുള്ള ഒരു ഉണർവ് ഓരോരുത്തരിലും ഉണ്ടാകണം.
അത് ഉണ്ടാകേണ്ടത് വളരെ ചെറിയ പ്രായത്തിലാണ് താനും. അങ്ങനെ അത് ഉണ്ടാക്കിയെടുക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ജീവിതത്തിന് ആ കുട്ടിയുടെ ആയാലും മാതാപിതാക്കളുടെ ആയാലും സമൂഹത്തിൻ്റെ ആയാലും ഉന്നമനത്തിന് വളരെ അത് പ്രയോജനം ആയിരിക്കും. നമുക്ക് അതിനുവേണ്ടി ശ്രമിക്കാം.